മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് കാസർഗോഡ് നാൽത്തടുക്കയിൽ ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യമുയരുന്നു. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിവിധ വനിതാ സംഘടനകൾ. പോലീസിന്റെ അനാസ്ഥയാണ് ജസീലയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കാസർഗോഡ് നഗരസഭാ അധ്യക്ഷ ഷാഹിന സലീം ന്യൂസ് 18നോട് പറഞ്ഞു. കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജുവൈലയും പറഞ്ഞു. ജസീല ജീവനൊടുക്കിയിട്ട് 2 ആഴ്ചയാകുന്നു. അന്വേഷണം എങ്ങുമെത്താത്ത അവസ്ഥയാണ്. ഏതായാലും നമ്മോടൊപ്പം വനിതാ ലീഗ് നേതാവും കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സണുമായ ഷാഹിന സലീം ചേരുന്നു. ഈ അന്വേഷണം ഇപ്പോൾ എങ്ങുമെത്താത്തൊരവസ്ഥയാണ്. എന്താണ് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്? വലിയ രീതിയിലുള്ള കുറ്റമാണ് നടത്തിയിട്ടുള്ളത്. ജസീല നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2 പിഞ്ചുമക്കളുടെ ഒരു ഉമ്മയാണ്. സമൂഹത്തിൻ്റെ മുമ്പിൽ നാണക്കേട് സഹിച്ചുകൊണ്ടാണ് അവരിങ്ങനെയൊരു ഇതിന് വിധേയമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. പോലീസിൻ്റെ അനാസ്ഥയാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേക സംഘത്തെ നിയമിച്ചുകൊണ്ട് കുറ്റവാളികളെ എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഊർജിതമായിട്ടുള്ള അന്വേഷണം ഇനിയും ഒരു ജസീല നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനെ തന്നെ നിയമിച്ചിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. നിലവിലൊരു അന്വേഷണം, അതായത് ഒരു പോലീസ് സ്റ്റേഷനെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചാൽ അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? നിലവിലൊരു അന്വേഷണത്തെക്കുറിച്ച് എങ്ങനെയാണ്? നിലവിലുള്ള അന്വേഷണം ഊർജിതമായിട്ട് മുന്നോട്ട് പോകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. കുടുംബം തന്നെ ആരോപിക്കുന്നത് ആ രീതിയിലാണ്. അപ്പോൾ പോലീസിൻ്റെ അനാസ്ഥ ഒരുപാടുണ്ട്. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഒരു പ്രത്യേക സംഘത്തിനെ തന്നെ നിയമിച്ചുകൊണ്ട് ഊർജിതമായിട്ടുള്ള അന്വേഷണം ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത്. നമ്മോടൊപ്പം വനിതാ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജുവൈല തന്നെ ചേരുന്നു. ഇപ്പോൾ എന്താണ് ഈ ഒരു 14 ദിവസം കഴിഞ്ഞിരിക്കുന്നു, 15 ദിവസമായിരിക്കുന്നു. എന്താണ് ഇനി നിങ്ങൾ അടുത്ത നടപടിയിലേക്ക് പോകുന്നത്? അടുത്ത നടപടിയിലേക്ക് പോകുന്നത്, ഇതുവരെയും ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും നല്ല ശരിയായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ആദൂർ പോലീസ് സ്റ്റേഷനിലായെങ്കിലും വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലായെങ്കിലും ഇതുവരെയും വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ മുഖ്യമന്ത്രിക്കും DGPക്കും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു. ഉന്നതതല അന്വേഷണം ആവശ്യപ്പെടുന്നു. ഇത് ഒരു പോലീസ് സ്റ്റേഷനെതിരെയും ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ആദൂർ പോലീസ് സ്റ്റേഷൻ, മറ്റൊരു വിദ്യാനഗർ പോലീസ് സ്റ്റേഷനാണ് ഇത് അന്വേഷിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? ഒരു പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പോലീസ് സ്റ്റേഷൻ്റെ സംഭവം, ഇതിൽ ഒരു പ്രത്യേക സംഘം വേണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായും പ്രത്യേക സംഘം അന്വേഷിക്കണം. ആദൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ പോയിരുന്നു. വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെയാണ് ആ കുട്ടീനെ 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. അത് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ പറഞ്ഞ് വനിതാ പോലീസിൻ്റെ ആവശ്യമില്ല, അത് വേറെ റേപ്പ് കേസെങ്കിലേ അത് ആവശ്യമുള്ളൂ എന്ന് പറയുന്നു. പിന്നീട് ആ കുട്ടി റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവർ സ്വീകരിച്ചില്ല. റിട്ടേൺ കംപ്ലയിൻറ്റ് ആവശ്യമില്ല എന്ന് തിരിച്ചയച്ച്. അതിൽ മനം നൊന്നാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഇതുവരെയായിട്ട് ആ ആരോപണ വിധേയനായ യുവാവിനെയോ അവൻ്റെ മാതാപിതാക്കളെയോ ഭർത്താവിനെയോ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. അവർ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ 9.5 പവൻ സ്വർണം ഉണ്ടായത് പിന്നീട് 5.5 പവൻ സ്വർണം അവിടെ നിന്ന് ആയിന്ന് പോലീസ് പറഞ്ഞിന്. അതിനെ എന്തുകൊണ്ട് അവർ അന്വേഷിച്ചിട്ട് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താത്തത്? അതിന് പിന്നിൽ ആരാണ് എന്ന് നമുക്ക് അറിയണം. ഇനിയിപ്പോൾ ഒരു അന്വേഷണം നടത്തുന്നില്ല, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ട് ഇതിങ്ങനെ തന്നെ പോകുന്നെങ്കിൽ എന്താണ് ഭാവി പരിപാടി? ഭാവി പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൻ്റെ ശരിയായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ നോമ്പ് നോക്കിയിട്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഒരു തെളിവ് പോലും ഇല്ലാത്ത കേസുകളിൽ പോലും വളരെ മികവാർന്ന അന്വേഷണം നടത്തുന്ന ഒരു സംഘമാണ് കേരള പോലീസ്. പക്ഷേ ഈ ജസീലയുടെ കേസിൽ 1 ഇഞ്ച് പോലും അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.